ദിവസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന് ഭാഗം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 53 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ. ഈ ഉപമകൾ പറഞ്ഞു തീർന്ന ശേഷം യേശു അവിടം വിട്ട് തന്റെ പിതൃനഗരത്തിൽ വന്നു. അവരുടെ പള്ളിയിൽ അവരെ ഉപദേശിച്ചു. അവർ വിസ്മയിച്ചു, ഇവന് ഈ ജ്ഞാനവും വീര്യപ്രവർത്തികളും എവിടെ നിന്നാണ്? ഇവൻ തച്ചന്റെ മകൻ അല്ലയോ? ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശീമോൻ, യൂദ എന്നിവർ അല്ലയോ? ഇവന്റെ സഹോദരികളും എല്ലാം നമ്മോട് കൂടെ ഇല്ലയോ? ഇവന് ഇതൊക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. യേശു അവരോട്, ഒരു പ്രവാചകൻ തന്റെ പിതൃനഗരത്തിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞു. അവരുടെ വിശ്വാസ നിമിത്തം അവിടെ വളരെ വീര്യപ്രവർത്തികൾ ചെയ്തില്ല. ഈ ദൈവത്തിന്റെ ഭാഗം നമ്മൾ പലപ്പോഴും വായിച്ച് കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തതാണ്, അല്ലേ? അപ്പൊ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം ആരംഭിക്കുന്നതിനെ ഉപമകളോട് കൂടിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്ന് പറഞ്ഞാൽ വിധക്കാരന്റെ ഉപമ തൊട്ട് തുടങ്ങിയാണ്. ഏകദേശം 8 ഉപമകൾ. ആ 8 ഉപമകളിലേക്ക് പോകാനായിട്ട് സമയമില്ല, അതല്ല നമ്മുടെ വിഷയം. അപ്പൊ ഏകദേശം 8 ഉപമകൾ യേശു തന്റെ അരികിൽ വന്ന ജനത്തോട്, ശിഷ്യന്മാരോട് പറഞ്ഞിട്ട്, ഹല്ലേലൂയ, യേശു താൻ താമസിച്ച ആ പിതൃനഗരത്തിൽ ചെന്നു. ഹല്ലേലൂയ, അവിടെ അവരുടെ പള്ളിയില് യേശു അവരെ ഉപദേശിച്ചു. യേശുക്രിസ്തുവിന്റെ ഉപദേശം കേട്ട് കഴിഞ്ഞപ്പോഴാണ് അവരെല്ലാം വിസ്മയിച്ച്, ഇവന് ജ്ഞാനവും ഈ വീര്യപ്രവർത്തികളും എവിടെ നിന്ന്? അല്ലേ? അപ്പൊ ഉപമകളെല്ലാം പറഞ്ഞ് തീർന്ന ശേഷം യേശു അവിടെ പിതൃനഗരത്തിൽ വന്നവരുടെ പള്ളിയിൽ യേശുക്രിസ്തുവിന്റെ ഉപദേശത്തെങ്കിലാണ് അവര് വിസ്മയിച്ചു പോകുന്നത്. യേശു ആരാണ്? ഇന്ന് ഈ ഒരു ചോദ്യം ലോകത്തിന്റെ മുമ്പിൽ നിൽക്കുക. യേശു ആരാണ് എന്നൊരു ചോദ്യം ഈ ലോകത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. മനുഷ്യന് അറിവുണ്ട്, പരിജ്ഞാനമുണ്ട്, ജ്ഞാനമുണ്ട്, വിവേകമുണ്ട്. മനുഷ്യൻ പല കണ്ടുപിടുത്തങ്ങളും ചെയ്യുന്നു. പലതിന്റെ ഉപജ്ഞാതാവാണ് മനുഷ്യൻ. മനുഷ്യന് നല്ല പ്രായോഗികമായും എല്ലാ വിധത്തിലും നല്ല കഴിവുകളുണ്ട്. വിദേശ രാജ്യങ്ങളിൽ കടന്നു വലിയ അറിവും സംസ്കാരങ്ങളും ഒക്കെ ഉണ്ട്. ഉന്നതാധികാര സ്ഥാനങ്ങളൊക്കെ ഇരിക്കുന്നവരാണെങ്കിലും ഈ സകല ജനത്തിനും യേശു ആരാന്ന് അറിയത്തില്ല, അല്ലേ? അപ്പം ചിലരൊക്കെ അങ്ങനെ പറയുമ്പോൾ പറയും, ഞങ്ങൾക്കറിയാമെന്ന് പറയും. നിങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ യേശുവിനെ അനുസരിച്ചേനെ, യേശുവിനെ അനുഗമിച്ചേനെ, അവന്റെ ഉപദേശം കേട്ടേനെ. അറിയില്ല എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നത്. അപ്പൊ യേശു ആരെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഭൂമിയില് അവിശ്വാസത്തിന് ഉണ്ടാകില്ലായിരുന്നു, വിഗ്രഹ പൂജകൾ ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പൊ യേശു ആരെന്ന് അറിയാത്തത് കൊണ്ടാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ അവിശ്വാസവും വിഗ്രഹാരാധനയും പെരുകിയതെന്ന് പറയുന്നത്, അല്ലേ? അതിനെ തിരിച്ചറിഞ്ഞവരാണ് യേശുവിനെ അനുഗമിക്കുന്നവര്. മനുഷ്യനെല്ലാം ഉണ്ടെങ്കിലും ഈ ലോകത്തെ സൃഷ്ടിച്ചവനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു പൂർണ്ണ ദൈവമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയതാണ് ഈ ലോകത്തിന്റെ തന്നെ ശാപം എന്ന് പറയുന്നത്. കുടുംബങ്ങളുടെ ശാപവും വ്യക്തികളുടെ ശാപവും അത് തന്നെയാണ്. യേശു ആരാണെന്ന് അറിയുന്ന നിമിഷത്തിൽ, അല്ലേ, ആ മനുഷ്യന്റെ ജീവിതത്തിലെ ഇരുളിന്റെ അനുഭവങ്ങൾ, ശാപത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞ് ആ മനുഷ്യൻ യേശുവായിട്ടൊരു ബന്ധമുണ്ടാകും. ദൈവഭവനമായിട്ട്, ദൈവരാജ്യമായിട്ടൊരു ബന്ധമുണ്ടാകും. അതില്ലാത്ത അനേകരാണ് യേശുവിനെ ക്രിസ്തു അല്ല എന്ന് പറഞ്ഞ് വിമർശിച്ചും യേശുവിനെതിരെ എഴുതിയ വിവിധ ആശയങ്ങൾ കൊണ്ടുവരികയും ദൈവതലത്തെ കൂട്ടിക്കളയാൻ വേണ്ടി പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, യേശു ആരെന്നറിയോള്ള ആ ദൈവിക ജ്ഞാനമാണ് നിങ്ങൾക്ക് ആവശ്യം എന്ന് പറയുന്നത്. അപ്പൊ യേശു ക്രിസ്തു ആരാകുന്നു എന്നതിൽ യേശു വളർന്ന നഗരത്തിലുള്ള ജനത്തിനിടയിൽ വലിയൊരു ചർച്ചയുണ്ടായി. ലേഡിയ സ്തോത്രം, ചർച്ചയുണ്ടായി. അവർ ലോകപ്രകാരമായി യേശുവിനെ നോക്കി. അപ്പൊ യേശുവിന്റെ പിതൃനഗരത്തിൽ ജനം യേശുവിനെ ലോകപ്രകാരമായി നോക്കി. എന്നിട്ട് അവർ പറയും, ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശീമോൻ എന്നിവർ അല്ലയോ? ഇവന്റെ സഹോദരികളും എല്ലാം നമ്മോട് കൂടെ ഇല്ലയോ? എന്നെല്ലാം പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. അവൻ രക്ഷകനെന്നോ മശിക എന്നോ അവൻ പൂർണ്ണമായി ദൈവമാണെന്നോ എന്ന് ജനത്തിന് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല.
അവർ ലോകപ്രകാരമാണ് ചിന്തിക്കുന്നത്. ഇന്നും മനുഷ്യൻ ലോകപ്രകാരം യേശുവിനെ തച്ചന്റെ മകനെന്നും മറിയയുടെ മകനെന്നും അവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസേഫ്, ശീമോൻ, അവന്റെ സഹോദരിമാരും ഒക്കെ നമ്മോട് കൂടെ ഇല്ലോ, വേദപുസ്തകം പറയുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് പലരും യേശുവിനെ മാറ്റി നിർത്തുമ്പോൾ, യേശുവിനെ തള്ളി നിർത്തുമ്പോൾ, തള്ളി മാറ്റുമ്പോൾ, ഞങ്ങളെപ്പോലുള്ള ഒരു കൂട്ടം ആളുകൾ യേശു പൂർണ്ണ ദൈവമാണെന്ന് മനസ്സിലാക്കി, യേശു ഞങ്ങളുടെ രക്ഷകനാണ്, വീണ്ടെടുപ്പുകാരനാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി, യേശുവിന് ഞങ്ങളുടെ ഹൃദയം വിട്ടു കൊടുത്തപ്പോൾ, ഹല്ലേലൂയ, യേശു ക്രിസ്തു ഉപദേശിച്ചതുപോലെ ദൈവിക വചനം ഉപദേശിപ്പാൻ വേണ്ടി ദൈവം തന്റെ ദാസിദാസന്മാരെ ഒരുക്കുന്നു. എന്നിട്ട് ഞങ്ങളാരും യേശുവല്ല, ഞങ്ങൾ യേശു ക്രിസ്തുവിനെ തെരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാരാ. അവരും അല്ലെ, അതുകൊണ്ട് അവൻ യേശുവിനെ തെരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാരായതുകൊണ്ട് യേശുവിൽ നിന്ന് അവർക്കും അല്ലെങ്കിൽ ജ്ഞാനവും വീര്യപ്രവർത്തികളും ഒക്കെ ചെയ്യുവാനുള്ള കൃപ കൊടുക്കുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? അവർ വളരെ ജ്ഞാനത്തോടെ ദൈവവചനം പ്രസംഗിക്കുന്നു. അവരിലൂടെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ശിഷ്യന്മാർക്കൂടെ നടക്കുന്നു, ഇന്നത്തെ സഭയിലൂടെ നടക്കുന്നു. അത് കാണുമ്പോൾ ഈ ജനം പറയും, ഇവന്മാർ എവിടെ നിന്ന് ചെയ്യുന്നത്, ഇവന്മാർക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയതാ, ഇവന്മാരാരാ എന്നൊക്കെ ചോദിക്കുന്ന ശ്രോതാവേ, ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം പറയാണ്, നീ മാനസാന്തരപ്പെട്ട് മടങ്ങിവ. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് യേശു ക്രിസ്തു പൂർണ്ണ ദൈവമാണ്. യേശു മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരമായി ക്രൂശിൽ മരിച്ചവനാണ്. സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്നവനാണ്. അവൻ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട് ഒതുങ്ങിപ്പോയവനെല്ലാം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ഇന്നും പിതാവിന്റെ വലത്ത് ഭാഗത്ത് ആമേൻ തന്നിൽ വിശ്വസിക്കുന്ന ജനത്തിന് വേണ്ടി, തന്റെ മണവാട്ടി സഭയ്ക്ക് വേണ്ടി, അതുപോലെ സകല മധ്യസ്ഥ ചെയ്യുന്നവനാണ്. മധ്യാകാശത്തിൽ വരുന്ന യേശു പൂർണ്ണ ദൈവമാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, താങ്കളുടെ ജീവിതത്തിൽ ആമേൻ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. പ്രൈസറോ. അപ്പൊ നമ്മൾ ഈ വചനം വായിച്ചത് എന്താണ്? ഹല്ലേലൂയ, സ്തോത്രം. അവൻ യേശു യേശു അവിടം വിട്ട് തന്റെ പിതൃഭവനത്തിൽ വന്ന് അവിടെ പള്ളിയിൽ അവരെ ഉപദേശിച്ചു. അവിടെ വിസ്മയിച്ചു, ഇവന് ജ്ഞാനവും വീര്യപ്രവർത്തികളില്ല, എവിടെ നിന്ന്? ഇവനാ തച്ചന്റെ മകനെന്റെയോ. അല്ലേ, ഇന്ന് സംസാരം നിൽക്കുകയല്ലേ. ഒരു കൂട്ടം ജനം യേശുവിനെതിരെ വാദപ്രതിവാദമായി ഇറങ്ങി വരുമ്പോൾ, ഒരു കൂട്ടം ജനം യേശുവിന്റെയും ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ നിന്ദിക്കുമ്പോൾ, യേശു ദൈവമല്ല എന്ന് സ്ഥാപിക്കാൻ പലരും രംഗത്ത് വരുമ്പോൾ, ഞങ്ങൾ പറയുന്നു യേശു പൂർണ്ണ ദൈവമാണ്. അവൻ ജനത്തിന്റെ രക്ഷകനാണ്, പാപമോചകനാണ്. ഹല്ലേലൂയ, ഈ സകലത്തിന്റെ സൃഷ്ടാവാണെന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുക. നിങ്ങൾക്ക് തിരുവെഴുത്തിനെ തിരുത്തുവാനോ ഞങ്ങളുടെ മെസ്സേജിനെ തിരുത്തുവാനോ കഴിയില്ല. രക്തം ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ യേശുവിന്റെ പിതൃനഗരം എന്ന് പറയുന്നത് നസറേത്താണ്. യേശുവിന്റെ പിതൃനഗരം എന്ന് പറയുന്നത് നസറേത്താണെന്ന് ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇപ്പോൾ താൻ ഒടുവിലായി സ്വന്തം നഗരത്തിൽ വന്നിരിക്കുകയാണ്. യേശു അവിടെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. എന്നാൽ അവന്റെ വാക്കുകൾക്ക് അവർ പ്രാധാന്യം കൊടുക്കുവാൻ, ആ വാക്കുകൾ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അപ്പൊ യേശു ഇതിനു മുമ്പ് അവിടെ ശുശ്രൂഷയുണ്ട്. ഇപ്പോൾ യേശുവിന്റെ അന്ത്യ ശുശ്രൂഷയുടെ ആ സമയമായിട്ട് യേശു തന്റെ പിതൃഭവനത്തിൽ വന്നപ്പോൾ അവർക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. ഇപ്പൊ സ്തോത്രം, ഹല്ലേലൂയ. അവര് പറയുന്നത് സ്തോത്രം, ഇവൻ ഹല്ലേലൂയ അവന്റെ കുടുംബം, സഹോദരന്മാർ എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ അവരവിടെ ചർച്ച ചെയ്യുക. യേശു വീണ്ടും നേരത്തെ ഉപദേശിക്കുമ്പോൾ അവിടുത്തെ ജനം എന്ത് ചെയ്യുന്നു? അവന്റെ കുടുംബത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും പിതാവിനെക്കുറിച്ചും അവന്റെ സഹോദരന്മാരെക്കുറിച്ചും സഹോദരിമാരെക്കുറിച്ചും ഒക്കെ ചർച്ചാ വിഷയമാക്കിയിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അമ്മേ, സ്തോത്രം. കർത്താവിന്റെ സഹോദരനായി യാക്കോബിനെ യെരൂശലേമിൽ കണ്ടു എന്ന് പറഞ്ഞിരിക്കും. നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. കർത്താവിന്റെ സഹോദരന്മാർ സുവിശേഷ ഘോഷണത്തിൽ പങ്കെടുത്തിരുന്നുവെന്നും ആമൻ രേഖപ്പെടുത്തും. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന് മറിയയ്ക്ക്, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിന് ശേഷമായിട്ട് 3 ആൺപിള്ളേരും 2 പെൺമക്കളും ജനിച്ചു. നിങ്ങൾ വിശ്വസിക്കണം. അല്ലെങ്കിൽ ചിലരൊക്കെ പറയുന്നത് യേശു ക്രിസ്തുവിന് സഹോദരന്മാരില്ലായിരുന്നു, അവരുടെ ബന്ധത്തിന് സ്വന്തത്തിൽപ്പെട്ടവരെ എഴുതി വെച്ചു. അങ്ങനല്ലേ പറയും? യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാരാണ് യാക്കോബ്, യോസേഫ്, ശീമോൻ. സ്തോത്രം, ഹല്ലേലൂയ. യാക്കോബ്, യോസേഫ്, ശീമോൻ, യൂദാ എന്ന് പറയുന്ന 4 പേരും 2 പെൺപിള്ളേർ, അങ്ങനെ 6 മക്കള്. 6 മക്കൾ. ഹല്ലേലൂയ. അപ്പം യേശു ക്രിസ്തുവിൽ ശേഷമായി ജനിച്ച 6 മക്കളുടെ നിൽപ്പുണ്ട്. അപ്പൊ അവരുടെ എല്ലാം വിഷയം ഇതാണ് ചർച്ച. ഇന്നും അത് തന്നെയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ഒരു സ്നേഹിത, ഹല്ലേലൂയ, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് ചൊല്ല പോലെ തന്റെ സ്വന്തം വീട്ടുകാരും നാട്ടുകാരും യേശുവിനെ ദൈവത്തിനായിട്ട് അംഗീകരിച്ചില്ല. തച്ചന്റെ മകനായിട്ട് അവരും കാണുന്നത്. യേശുവിന്റെ സ്വന്തം സഹോദരന്മാരും തന്റെ പിതൃഭവനത്തിൽ വന്ന് യേശു വളരെ ജ്ഞാനത്തോടെ ജ്ഞാനത്തോടെ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ, ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ, യേശു ക്രിസ്തുവിലൂടെ വീര്യപ്രവർത്തികൾ നടക്കുമ്പോൾ, ആ പിതൃനഗരത്തിൽ നസറേത്തിലെ ജനത്തിന്റെ ചർച്ച മുഴുവൻ ഇവൻ തച്ചന്റെ മകനല്ലേ.
ഹല്ലേലൂയ. അതാ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ യേശുക്രിസ്തു തന്റെ പിതൃലോകത്ത് ചെന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ ആ ജനത്തെ നമ്മൾ അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. അപ്പം തച്ചന്റെ മകൻ മാത്രമായിട്ടാണ് അവരെ കാണുന്നത്. അവനെ ആരാധിക്കേണ്ട സ്ഥാനത്ത് അവനെ നിന്ദിക്കുകയാണ്. അപ്പൊ തന്റെ പിതൃ നഗരത്തിലുള്ള നസറത്തുള്ള ജനം യേശുവിനെ ആരാധിക്കേണ്ട സ്ഥാനത്ത്, വണങ്ങേണ്ട സ്ഥാനത്ത് അവിടുത്തെ ജനങ്ങൾ യേശുവിനെ നിന്ദിക്കുന്നു എന്നാണ് ഒരു ചരിത്രം പഠിക്കുന്നത്. ഹൃദയംഗമായി സ്വാഗതം ചെയ്യേണ്ട സ്ഥാനത്ത് നിരസിച്ചു കളയുക. അപ്പം ആരാധിക്കേണ്ട സ്ഥാനത്ത്, ഹൃദയംഗമായി സ്വാഗതം ചെയ്യേണ്ട സ്ഥാനത്ത് യേശുവിനെ അവർ നിരസിച്ചു കളയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അല്ലേ, അതിന് തക്ക പ്രതിഫലം അവർ പ്രാപിക്കുകയും ചെയ്തു. പിന്നത്തേതിൽ തക്ക പ്രതിഫലം അവർ പ്രാപിക്കുകയും ചെയ്തുവെന്ന് വേദപുസ്തകം വായിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവെ, ഞാൻ പറയട്ടെ, ഞാൻ ചില ദിവസങ്ങളായി യേശു ദൈവമാണെന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ നിഷേധിച്ചാലും നിങ്ങൾ എതിർത്താലും ഞങ്ങൾ വിളിച്ചു പറഞ്ഞ യേശു ദൈവമാണ്. ഹല്ലേലൂയ. അവൻ പൂർണ്ണ ദൈവമാണ്. ഹല്ലേലൂയ. മാനവകുലത്തിന്റെ പാപം പരിഹരിക്കാൻ വേണ്ടി സ്വർഗമഹിമകളെ വിട്ട് ഭൂമിയിലേക്ക് വന്നവനാ. ഹല്ലേലൂയ. മാനുഷികമായ ഉപദേശങ്ങളല്ല യേശു നൽകുന്നത്, മാനുഷികമായ ആലോചനകളല്ല തരുന്നത്, എല്ലാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് നമുക്ക് നൽകുന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം. നാം ദൈവത്തെ വിശ്വസിക്കാൻ കഴിയണം, യേശുവിനെ വിശ്വസിക്കാൻ കഴിയണം. ഞാൻ ഒരിക്കലും ഒരു പുസ്തകം വായിച്ചപ്പോൾ അതിനകത്ത് ഇങ്ങനെ കണ്ടു, തെക്കേ അമേരിക്കയിൽ ഒരു സ്ഥലത്ത് ആദിവാസികൾ ജീവിച്ചു വന്നു. അയൽ ദേശങ്ങളോട് അവർക്ക് യാതൊരു സംസർഗവും ബന്ധങ്ങളും ഒന്നുമില്ലായിരുന്നു ഈ ആദിവാസി കുടുംബങ്ങൾക്ക്. അല്ലേ, അവർ വളരെ പരിതാപകരമായി ജീവിച്ചെങ്കിലും വളരെ ക്രൂരതയുള്ളവരായിരുന്നു, ക്രൂര സ്വഭാവമുള്ളവരാ. അല്ലൊരിയ അവരെ ആദിവാസികൾക്ക് ചുറ്റുമുള്ള കുടുംബങ്ങളോടോ അയൽവാസികളോടോ ഒന്നും ബന്ധമൊന്നുമില്ല. വളരെ പരിതാപകരമായ ഒരു ജീവിതമെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, വളരെ ക്രൂര സ്വഭാവമുള്ളവരാ. അവർക്ക് ജനിക്കുന്ന മക്കൾ 1 വയസ്സിനകത്ത് രോഗം പിടിച്ച് മരിച്ചു പോകും. കുടിച്ച് കൂത്താടി വെറി പിടിച്ച് ജീവിച്ചത് കൊണ്ട് 40 വയസ്സ് തികഞ്ഞതിനു മുമ്പേ രോഗം പിടിച്ച് മരിച്ചു പോകുമായിരുന്നു അവിടുത്തെ ജനത്തിന്റെ അവസ്ഥ. ഇന്നും അത് തന്നെയാണ്. ഇന്നും അലരിയ കുടിച്ച് കൂത്താടി വെറുക്കൂത്തിലൂടെ നടക്കുന്ന അനവധി ആളുകളും അവർക്ക് അവർക്ക് മക്കളുണ്ടായി കഴിയുമ്പോൾ ചിലതൊക്കെ ജന്മനാ തന്നെ മരിച്ചു പോകും, ചിലതൊക്കെ പ്രായമാകുമ്പോൾ മരിച്ചു പോകും. അങ്ങനെയൊക്കെ വളർന്നു വന്നിരി വരും കാലങ്ങളിൽ എന്ത് ചെയ്യും, 40 വയസ്സ് തികയുന്നതിയും ഈ മദ്യപാനികളെല്ലാം മരിക്കാൻ തുടങ്ങും. അല്ലേലിയ. അല്ലെങ്കിൽ സ്തോത്രം. അല്ലെങ്കിൽ ഈ സ്തോത്രം അമേരിക്കയിലെ ആ സ്ഥലത്ത് നടന്ന പോലെ തന്നെ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്തോത്രം, അന്നത്തെ ആ ജനത്തിന് അവർക്ക് ആരോഗ്യത്തിന് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി, സംസ്കാരത്തിന് വേണ്ടിയും അനേക പരിശ്രമിച്ചാലും അവരെല്ലാം ക്രൂരത നിറഞ്ഞ മനുഷ്യനായതുകൊണ്ട് അവരെല്ലാം ചെയ്ത് കൊല്ലുമായിരുന്നു. അപ്പൊ അമേരിക്കയിലെ ആദിവാസി ഗ്രാമങ്ങളില് ഈ ക്രൂരതയുള്ള ജനത്തിന്റെ നടുവിൽ ചെന്ന് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാൻ, അവർക്ക് സംസ്കാരം കൊടുക്കുവാൻ, അവരെ അല്ലെങ്കിൽ ദൈവവിഭാഗത്തെ കൊണ്ടുവരുവാനൊക്കെ പല മിഷണറിമാര് ശ്രമിച്ചെങ്കിലും ഒക്കെ എന്ത് ചെയ്തു, അവരുടെ ഇടയിലേക്ക് ചെന്നവരെല്ലാം അവർ ക്രൂരമായി ചെയ്ത് കൊന്നു. നമുക്കറിയാം, കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ ആൻഡമാൻ നിക്കോബാറില് കടന്നുപോയ അമേരിക്കൻ മിഷണറിയെ നിക്കോബാറിലെ ആദിവാസി കുടുംബങ്ങൾ അദ്ദേഹത്തെ കൊന്നതുപോലെ പഴയദൈവ കാലഘട്ടത്തിലും ഈ ഒരേ അനുഭവം ഉള്ളപ്പോൾ, യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ അനുഭവം ഉള്ളപ്പോഴേ യേശുക്രിസ്തുവിന്റെ ശേഷവുമായി ഇതുപോലെ തന്നെ നിൽക്കുമ്പോഴും എന്നെ കേൾക്കുന്ന സ്നേഹിത, ഈ ആദിവാസി കൊണ്ടിലെ ജനത്തെ വിദ്യാഭ്യാസം, സംസ്കാരത്തിലേക്ക്, അറിവിലേക്ക് കൊണ്ടുവരുവാൻ ഒരുങ്ങിയവരെ എല്ലാവരും ചെയ്ത് കൊന്നു കളഞ്ഞു. അല്ലേ? എന്നിരുന്നാലും ജിം എലിയറ്റ് എന്ന് പറയുന്ന ഒരു ദൈവ മനുഷ്യൻ ഇല്ല, അങ്ങനെ അവിടോട്ട് ചെല്ലുന്നവരെല്ലാം എന്ത് ചെയ്തു, അവർ അമ്പരച്ച് കൊല്ലും. എങ്കിലും അവിടുത്തെ ജനത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടി, പരിജ്ഞാനത്തിന് വേണ്ടി, വിവേകത്തിന് വേണ്ടി, ദൈവമാരെന്നവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ജിം എലിയറ്റ് എന്ന് പറയുന്ന ഒരു ദൈവപുരുഷൻ ആദിവാസികളെ സ്നേഹിച്ച് എങ്ങനെയെങ്കിലും അവരെ സഹായിക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കുക. അല്ലേരിയ എങ്ങനെയും തീരുമാനിച്ചായി അങ്ങനെ ആ തീരുമാനം കൊണ്ട് ചില ദൈവവേലക്കാരെ ചേർത്ത് പിടിച്ച് അവരെ സന്ദർശിച്ച് അവർക്ക് ദൈവത്തെയും അവന്റെ സ്നേഹത്തെയും അറിയിക്കണം എന്നതായിരുന്നു ജിം എലിയറ്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ അവിടെയുള്ള ആദിവാസി ജനങ്ങൾ അദ്ദേഹത്തെ കൂടി ചെന്ന എത്ര പേരുണ്ടോ അത്രയും പേരെ എന്ത് ചെയ്തു, ചെയ്തു കൊന്നു. അവരുടെ അവരുടെ ശരീരങ്ങളെ എന്ത് ചെയ്തു, മൃതശരീരങ്ങളെ നദിക്കരയിലേക്ക് തൂക്കി എറിഞ്ഞു. അപ്പൊ ജിം എലിയറ്റിന്റെ ചിന്ത എന്താണ്? ഈ ആദിവാസി ജനങ്ങളെ, ഈ ക്രൂരരായ മനുഷ്യരെ, ഈ പരിതാപകരമായി ജീവിക്കുന്ന ജനത്തോട് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, സംസ്കാരം കൊടുക്കണം, യേശുവിനെ കുറിച്ച് പറയണം, യേശു ദൈവമാണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം, അവർ തങ്ങളുടെ ക്രൂരത വിട്ട് മടങ്ങി വരണം. പക്ഷേ അതിനുവേണ്ടി അദ്ദേഹം ചെന്നെങ്കിലും എന്ത് ചെയ്തു,
അദ്ദേഹത്തെയും കൂടെയുള്ള മിഷന്മാരെയും അമ്പെയ്ത് കൊന്നു. നമ്മുടെ ഇന്ത്യയിലെ സ്ഥിതി ഇത് തന്നെയാണ്. വളരെ പരിതാപകരമായി ജീവിക്കുന്ന ക്രൂരരായിരിക്കുന്ന അനേകം മനുഷ്യരുടെ ഇടയിലേക്ക് ദൈവം തന്റെ ദാസിദാസന്മാരെ കഴിഞ്ഞ കാലങ്ങൾ അയച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഇന്ത്യ നോക്കി, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന, മധ്യപ്രദേശ്, മധ്യപ്രദേശ് അല്ലെ, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, മണിപ്പൂര് അല്ലെ, ഒറീസ, ഉത്തർപ്രദേശ്, UP ഇവിടത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അല്ലെ, ഗുജറാത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെയുണ്ട് ഇതുപോലെ ദൈവത്തെക്കുറിച്ച് അറിയാത്ത, വേണ്ടവിത്ര സംസ്കാരമില്ലാത്ത, വിദ്യാഭ്യാസമില്ല, പരിതാപകരമായി ജീവിക്കുന്ന ക്രൂര സ്വഭാവമുള്ള മനുഷ്യരുടെ ഇടയിലേക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അനവധി മിഷണറിമാർ കടന്നു ചെന്നു. നമ്മുടെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനം ചെന്നവരേക്ക് എന്ത് ചെയ്തു? പലരെയും അമ്പെയ്ത് എറിഞ്ഞു കൊന്നു, ക്രൂരമായി മർദ്ദിച്ചു, ഉപദ്രവിച്ചു, അടിച്ചു കൊന്നു, വലിച്ചൊരിച്ചു കൊണ്ടുപോയി, വെട്ടി നുറുക്കി, എന്തെല്ലാം ക്രൂരമാണ് ചെയ്യുന്നത്. അവരുടെ ബോഡി എന്ത് ചെയ്തു? നാട്ടിന്റെ മുമ്പിൽ വലിച്ചെറിഞ്ഞു കൊടുത്തു. അല്ലേലിയ, ക്രൂരത നിറഞ്ഞ ജനം അല്ലേലിയ എവിടെ ചെന്നാലും ഉണ്ടെന്നേ. അല്ലേലിയ, അതിന്റെ നടുവിലാണ് ശ്രോതാവിൻ ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുന്നേ. നിങ്ങൾ എന്തെല്ലാം ചെയ്താലും, ഒരു ജിം എലിയറ്റിനെ തകർത്താലും, അമ്പെയ്ത് കൊന്നാലും, അദ്ദേഹത്തിന്റെ കൂടെയുള്ള മിഷണറിമാരെ തകർത്ത് കളഞ്ഞാലും, അവരുടെ ശരീരം തൂക്കിയെറിഞ്ഞ നദിക്കരയിലേക്ക് എറിഞ്ഞാലും ജിം എലിയറ്റ് കൊണ്ട് സുവിശേഷ പ്രവർത്തനം നിന്ന് പോയില്ല. അമേരിക്കയിൽ മുഴുവൻ സുവിശേഷം വ്യാപിച്ചു. അമേരിക്കയിൽ മുഴുവൻ ദൈവമക്കൾ എഴുന്നേറ്റ് അനേക സഭകൾ അമേരിക്കയിൽ വന്നു. മാത്രമല്ല, ലോക രാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങളെ കുറിച്ച് പഠിച്ചാൽ അതിന്റെ പുറത്ത് മിഷണറിമാരെ ദൈവം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് അയച്ചു. അല്ലേലിയ, തെക്കേ അമേരിക്കയിലെ ആദിവാസി കോട്ടയിലുണ്ടായിരുന്ന പരിതാപകരമായി ജീവിച്ച ക്രൂരരായിരിക്കുന്ന ഈ ആദിവാസികൾ ജിം എലിയറ്റിനെയും കൂടെയുള്ള മിഷണറിമാരെയും കൊന്നൊടുക്കിയപ്പോൾ ഒരുപക്ഷെ അന്നത്തെ ജനം ചിന്തിച്ചു കാണും, സുവിശേഷം ഇവിടെ കൊണ്ട് അസ്തമിച്ചു. ഇല്ല സ്നേഹിത, ഒരിക്കലും സുവിശേഷം അസ്തമിക്കത്തില്ല. അങ്ങനെ ഒരു ജിം എലിയറ്റും കൂടെയുള്ള മിഷന്മാരും മരിക്കുമ്പോൾ അതേപോലെ അനവധി ജിം എലിയറ്റുമാരും മിഷന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കും. അത് തന്നെയാണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത്. ഇന്ത്യയുടെ അനേക ഗ്രാമപ്രദേശങ്ങളിലേക്ക്, ആദിവാസി മേഖലയിലേക്ക് ദൈവം തന്റെ ദാസിദാസന്മാരെ അയക്കുക. അവർ ചെന്നെന്ത് ചെയ്യുന്നു? യേശുവിനെ കുറിച്ച് പറയുന്നു, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു, സംസ്കാരം കൊടുക്കുന്നു, അവർക്ക് ലോകത്തിന്റെ എല്ലാ പാപത്തെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ പലർക്കും അത് കേട്ട് കരുതുള്ളി ദൈവമക്കളെ ക്രൂരമായി ഉപദ്രവിക്കുന്നവരുണ്ട്. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന, ഞങ്ങൾ പറയുന്നത് യേശു ദൈവമാണെന്ന്. അതുതന്നെയാണ് യേശു തന്റെ പിതൃനഗരത്തിൽ അഥവാ നസറേത്തിൽ ചെന്ന് അവർ പള്ളിയിൽ ഉപദേശിച്ചു. അവരുടെ പള്ളിയിൽ ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജനം വിസ്മയിച്ചു. ഇവൻ ഈ ന്യായവും ഈ പ്രവൃത്തികളും എവിടെ നിന്നാണ്? അല്ലേ, ഇവനാ തച്ചന്റെ മകനല്ലേ? ഇവനാ മറിയുടെ മകളല്ലേ? അല്ലേ, മകനല്ലേ? ഇവന്റെ സഹോദരന്മാർ നമ്മോടൊപ്പം ഉണ്ടല്ലോ, ഇവന്റെ സഹോദരിമാരും ഉണ്ടല്ലോ, പിന്നെ എവിടെ നിന്നാണ് ഇവര് ഞാനും അറിവുമൊക്കെ? എന്നെ കേൾക്കുന്ന ശ്രോതാവ്, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, ദൈവം വിളിച്ച് വേർതിരിച്ച ദൈവത്തിന്റെ ദാസിദാസന്മാർ, ദൈവത്തിന്റെ അഭിഷേക്തന്മാർ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ, വചനത്തിന്റെ ആത്മീയ സത്യങ്ങളും മർമ്മങ്ങളും വെളിപ്പെടുത്തുമ്പോൾ, വരാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച് ശക്തമായി ദൂത് പറയുമ്പോൾ, നിന്നെക്കുറിച്ചും നിന്റെ കുടുംബത്തെക്കുറിച്ചും വെളിപ്പെടുത്തി തരുമ്പോൾ, അവർക്ക് ഈ ജ്ഞാനം എവിടെ നിന്ന് കിട്ടി, അറിവ് എവിടെ നിന്ന് കിട്ടി എന്നോർത്ത് നീ ചഞ്ചലപ്പെട്ടു പോകാതെ അവർക്ക് ദൈവം കൊടുത്തതാണെന്ന് നീ മനസ്സിലാക്കി നിന്റെ പാപത്തെ വെളിപ്പെടുത്തുമ്പോൾ നീ മടങ്ങി വന്ന് മാനസാന്തരപ്പെടണം. അല്ലേ? അപ്പൊ നമുക്കറിയാം, ആദിമസഭയുടെ ചരിത്രം പഠിച്ചാൽ അനവധി മിഷണറിമാരെ ഈ ലോകത്തിലുള്ള ജനങ്ങൾ ക്രൂരമായിട്ട് ഉപദ്രവിച്ച് പീഡിപ്പിച്ച് കൊന്നുകളഞ്ഞു. അതുകൊണ്ടുവരെ സുവിശേഷം നിന്നോ, സുവിശേഷത്തിന്റെ പ്രവർത്തനം നിന്നോ, സുവിശേഷ പ്രചരണം നിന്നോ ഒരിക്കലും നിന്ന് പോയിട്ടില്ല. അതിങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുക, ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുക. അല്ലേ? 7 ഭൂഖണ്ഡങ്ങളിലേക്കും സുവിശേഷത്തിന്റെ മഹാശക്തി വ്യാപിച്ചുകൊണ്ടിരിക്കുക. ദൈവം തന്റെ ദാസിദാസന്മാരെ ലോകമെമ്പാടും അയക്കുന്നു. എന്തിനാണ് ഇങ്ങനെ അയക്കുന്നത്? നിങ്ങൾക്ക് സംസ്കാരം ഉണ്ടാകാൻ. അല്ലേ? ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രശ്നീയത, പ്രത്യേകിച്ച് കേരളത്തിലെ, ഇന്ത്യയിലെ ജനത്തോട് പറയട്ടെ, അല്ലെങ്കിൽ ദൈവം തന്റെ ദാസിദാസന്മാരെ, സുവിശേഷന്മാരെ ഓരോ ഗ്രാമാന്തങ്ങളിലേക്ക് അയച്ച് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, ദൈവവചനത്തെ കുറിച്ച് പറയുന്നത്, സുവിശേഷനോട് പറയുന്നത് നിങ്ങൾക്ക് സംസ്കാരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കടന്നു പോകുന്ന പാപത്തിന്, ശാപത്തിന് നിങ്ങളെ വിടുവിച്ച് അന്ധവിശ്വാസത്തിന്റെ നിലയിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് യേശു ദൈവമാണെന്ന് വെളിപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ദൈവം തന്റെ ദാസിദാസന്മാരെ ഇന്നും കേരളത്തിലും ഇന്ത്യയിലും വിദേശ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ കുറിച്ച് നിങ്ങൾ അവരെ കാണുമ്പോൾ യേശു അച്ഛന്റെ മകനല്ലയോ, യേശു അല്ലയോ മറിയുടെ മകനല്ലയോ എന്നൊക്കെ ചോദിച്ച് ആ യേശുവിനെ നിന്ദിച്ചതുപോലെ, അല്ലരിയ ആരാധിക്കേണ്ട സ്ഥാനത്ത് അവനെ പരിഹസിച്ചതുപോലെ നിങ്ങളും ഇവരെവിടെ നിന്ന് വന്നവരാ,
ഇവര് ആളിയ പെന്തക്കോസുകാരല്ലേ, ഇവര് മതപരിവർത്തനക്കാരല്ലേ എന്നൊക്കെ ചോദിച്ച് നിങ്ങൾ ദൈവദാസിദാസന്മാരെ തരം താഴ്ത്താതെ, നിന്ദിച്ച് കളയാതെ ആ പറയുന്ന സത്യത്തെ ഏറ്റെടുക്കാൻ കഴിയണം. ലേലിയ. അപ്പൊ ജിം എലിയറ്റ് എന്ന് പറയുന്ന വ്യക്തിയെ അന്ന് ആ തെക്കേ അമേരിക്കയിലുള്ള ആദിവാസി വിഭാഗങ്ങൾ അവരെ ആ ദൈവദാസനെ എതിർത്തപ്പോഴുള്ള മിഷന്മാരെയും അമ്പെയ്ത് കൊന്നുവെങ്കിലും സുവിശേഷം നിന്നില്ല. എന്താണ് പിന്നെ അവിടെ സംഭവിച്ചത്? ചില മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ, ജിബിലിയത്തിന്റെ ഭാര്യ ഹല്ലേലൂയ, ആദിവാസികളോട് സ്നേഹം കാണിച്ച് തന്റെ ഭർത്താവ് രക്തസാക്ഷിയായി മരിച്ച ആ സ്ഥലത്തേക്ക് ഒരു ആദിവാസി പെണ്ണിന്റെ സഹായത്തോടു കൂടി പോയി. ഹല്ലേലൂയ. അപ്പൊ എന്ത് ചെയ്തു? ജിബിലിയറ്റ് മരിച്ചാലും ഹല്ലേലൂയ അദ്ദേഹത്തിന്റെ ഭാര്യ ആദിവാസികളോട് വളരെ സ്നേഹം കാണിച്ച് അവരെ എങ്ങനെയെങ്കിലും സുവിശേഷം പറഞ്ഞ് കേൾപ്പിക്കണം, അവരുടെ ക്രൂരമായ സ്വഭാവത്തിൽ നിന്ന് വിടിപ്പിക്കണം, അവർക്ക് സംസ്കാരം ഉണ്ടാകണം, വിദ്യാഭ്യാസം കൊടുക്കണമുള്ള വളരെ ചിന്തയോടെ ജിംബിലിയറ്റിന്റെ ഭാര്യ ഒരു ആദിവാസി പെണ്ണിന്റെ സഹായത്തോടെ അവിടെ ചെന്നു. സുവിശേഷം അവരോട് അറിയിച്ചു. കാൽവരി ക്രൂശിലേക്കുള്ള കാൽവരി ക്രൂശിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവന്നു. രക്ഷയെക്കുറിച്ച് പറഞ്ഞു, യേശുവിന്റെ മരണത്തെക്കുറിച്ച്, യേശുവിന്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് അവരോട് സംസാരിച്ചു. അല്ലെ, അവരോട് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ അവരെ ക്രൂശിനരികിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് അല്ലെ ക്രിസ്തു മുഖാന്തരം പാപബോധം ഉണ്ടാക്കി കൊടുത്തു. ജിംബിലിയറ്റിന്റെ ഭാര്യ ആ പാപബോധം അവരുടെ ഉള്ളിൽ വന്നു. അവർ പറഞ്ഞു, യേശു സ്വർഗത്തിൽ വസിക്കുന്ന രാജാവായി ദൈവമാണ്. അല്ലെ, അവൻ രാജാവ് ദൈവമായിരിക്കുമ്പോൾ തന്നെയാണ് യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ലോകത്തെ അല്ലെ ഭരിച്ചുകൊണ്ടിരുന്ന പാപങ്ങളെയും ശാപത്തെയും നീക്കി പിശാചിന്റെ അല്ലെ അടിമത്തത്തിൽ കിടന്ന എന്നെ നിങ്ങളെ വിടിവിച്ചതെന്ന് ജിംബിലിയറ്റിന്റെ ഭാര്യ ആദിവാസിയോട് പറഞ്ഞു. അല്ലേ, അപ്പൊ യേശു ദൈവമായിരിക്കെ തന്നെ അപ്പൊ മനുഷ്യനാക്കി ഭൂമിയിലേക്ക് വന്നതാണ്. ഈ ലോകത്തിൽ നേരിടുന്ന, ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാപം, അടിമത്തം, ശാപം, നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടത, അതിനു വേണ്ടിയിട്ടാണ് യേശു മരിച്ചത്. യേശുവിന്റെ രക്തത്തിലാണ് ശുദ്ധീകരണം. യേശുവിനെ നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ, യേശുവിനെ ഹൃദയം കൊടുക്കുമ്പോൾ നിങ്ങളുടെ പാപം ക്ഷമിച്ചു കിട്ടും, നിങ്ങളുടെ ശാപങ്ങൾ മാറും, നിങ്ങളുടെ സ്ഥിതിക്കൊരു മാറ്റം വരും, നിങ്ങൾക്ക് അറിവ് കിട്ടും, ജ്ഞാനം കിട്ടും, വിദ്യാഭ്യാസം കിട്ടും, സംസ്കാരം കിട്ടും, മറ്റുള്ളവരെ സംസാരിക്കാൻ അല്ലെങ്കിൽ എല്ലാം നിങ്ങൾക്ക് വേണ്ടുന്ന ജ്ഞാനം കിട്ടുമെന്ന് ജിംബിലിയറ്റിന്റെ ഭാര്യ അവരോട് ശക്തമായിട്ട് പറയാടെയായി. ഹല്ലേലൂയ. അങ്ങനെ എന്ത് ചെയ്തു? സ്തോത്രം. ഒരു വലിയ കൂട്ടം പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ഹല്ലേലൂയ ജിംബിലിയറ്റിന്റെ ഭാര്യ പറഞ്ഞ സുവിശേഷം മുഖാന്തരം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ കാരണമായി. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഞങ്ങൾ പറയുന്ന സുവിശേഷം നിങ്ങളുടെ നാശത്തിനല്ല, ഞങ്ങൾ പറയുന്ന സുവിശേഷം നിങ്ങളുടെ തിന്മയ്ക്കല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറയുന്ന സുവിശേഷം നിങ്ങൾക്ക് സംസ്കാരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് നല്ല അറിവും ജ്ഞാനവും കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് യേശുവിനെ കുറിച്ച് ഞങ്ങൾ വെളിപ്പെടുത്തുകയാണ്. നിങ്ങളുടെ അന്ധവിശ്വാസം മാറി നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ വെച്ച് പൂജിക്കുന്ന സകല വിഗ്രഹാരാധനയെ നീക്കിയിട്ട് നിങ്ങൾ സാക്ഷാൽ ജീവനുള്ള യേശു ക്രിസ്തു ദൈവമാണെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നത്. ഞങ്ങൾ പറയുന്ന യേശുവിനെ നിങ്ങൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കുമ്പോൾ നിന്റെ പാപങ്ങൾ കറുതി വരും. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിലെ ശാപങ്ങൾ മാറും. നിന്നിൽ അലട്ടുന്ന മാരകമായ ബന്ധനങ്ങൾ, ദേശത്തിന്റെ പൂരുകൾ, നിന്നെ അലട്ടുന്ന എല്ലാ പാപ സ്വഭാവങ്ങളും നിനക്ക് മോചനം പ്രാപിക്കാൻ കഴിയും. അല്ലേ, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സുവിശേഷം ലോകമെമ്പാട് ഞങ്ങൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്ക്, ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും അനവധി ദാസന്മാർ സുവിശേഷമായി എഴുന്നേറ്റ് തെരുക്കോണുകളിൽ നിന്ന് പ്രസംഗിക്കുന്നത് കാണാൻ. എന്തിനാണ്? നിങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാകുവാൻ, നിങ്ങൾ മാനസാന്തരം മടങ്ങിയിരുവാൻ. എന്നെ കേൾക്കുന്നവർ ചിന്തിക്കുന്ന, യേശുവിനെ നീ ഹൃദയം കൊണ്ട് സ്വീകരിക്കുമ്പോൾ, യേശുവിന്റെ ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ നിന്റെ മേലുള്ള ശാപം മാറും. അല്ലെ, പാപത്തിന്റെ അടിമത്തിൽ നീ വിടിവിക്കപ്പെടും. മാത്രമല്ല നിന്റെ കുടുംബത്തിലേക്ക് രക്ഷ വ്യാപരിക്കാൻ സാധ്യമാകും. നിന്റെ കുടുംബത്തിന്റെ ശാപത്തെ മാറ്റുവാൻ, നിന്റെ ജീവിതത്തിന്റെ ശാപത്തിന്റെ കുടുംബ തകർച്ചയെ മാറ്റുവാൻ നീ യേശുവിനെ വിശ്വസിക്കണം. അല്ലേ, ജിംബിലിയറ്റിന്റെ ഭാര്യ ആദിവാസി കോളനിയിൽ സുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ, ക്രിസ്തുവിന്റെ സ്നേഹം ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് അനുതാപം ഉണ്ടായി, പശ്ചാത്താപം ഉണ്ടായി. അവർക്ക് ബോധ്യമായി, പണ്ട് ഞങ്ങൾ അമ്പെയ്തെറിഞ്ഞ് കൊന്ന ജിംബിലിയറ്റിന്റെ ഭാര്യയാണിത്. അന്ന് ഞങ്ങൾ ഈ സത്യം മനസ്സിലാക്കിയതെങ്കിൽ, അന്ന് ഞങ്ങൾക്ക് ഈ അറിവുണ്ടായത്, ഈ സംസ്കാരം ഉണ്ടായതെങ്കിൽ, അന്ന് ജിംബിലിയറ്റിനെ കൂടെ ഉണ്ടായിരുന്ന വിഷമാരെ ഞങ്ങൾ കൊല്ലുകയില്ല എന്നൊക്കെ അവർ ഒരു ഓർത്ത് പശ്ചാത്തപിച്ച് അവർ തെറ്റുകളെ അവർ യേശുവിനെ ഏറ്റു പറഞ്ഞു.
അല്ലെങ്കിൽ അവിടെ കുറവുകളെ യേശുവിൽ ഏറ്റു പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അല്ലെങ്കിൽ അവർ ക്രിസ്തുവിൽ പൂർണ്ണരായി, ക്രിസ്തുവിൽ അല്ലെങ്കിൽ തികഞ്ഞവരായി, ക്രിസ്തുവിൽ അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ടവരായി മാറി. ജിംബിലേറ്റിന്റെ ഭാര്യ തന്റെ ഭർത്താവ് മരിച്ചതിനേക്കാൾ വലിയ സന്തോഷം ആ ദേശത്തെ ജനസുവിശേഷം അറിഞ്ഞപ്പോൾ അവർ ഹൃദയത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ്. അതേ സ്നേഹിത, ഞങ്ങൾ പറയട്ടെ, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾക്കകത്ത് ഏകദേശം 6 ലക്ഷത്തിലെ ഗ്രാമങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ദാസിദാസന്മാർ അറിയിച്ചുകൊണ്ട് സുവിശേഷം നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, നിന്റെ മാനസാന്തരത്തിന് വേണ്ടി, നിന്റെ കുടുംബത്തിന് വിടലിന് വേണ്ടിയിട്ടാണ്. യേശു തന്നെ ദൈവമെന്ന് ഞങ്ങൾ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുക. യേശു പൂർണ്ണ ദൈവമെന്ന് നിങ്ങൾ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുക. ഹല്ലേലൂയ. അതിനൊന്നും തിരുത്താൻ നിങ്ങൾക്ക് പറ്റത്തില്ല. വേണമെങ്കിൽ ഒരു ജിംബിലിറ്റിയെ പോലെ അനേകരൊന്നും എഴുതി കൊല്ലാം, കൊന്നെടുക്കാം. പക്ഷേ ദൈവം അല്ലെങ്കിൽ ഒരാൾ പോകുമ്പോൾ ആ സ്ഥാനത്ത് ദൈവം പലരെയും എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കും. സുവിശേഷം ഒരിക്കലും അണഞ്ഞു പോകുന്ന തീയല്ല. ലോകത്തിലുള്ള തീയെ ഊതിക്കെടുത്താൻ ലോകത്തിലെ തീ അണഞ്ഞു പോകും. പക്ഷേ സുവിശേഷമെന്ന ആത്മശക്തിയുടെ തീ വചനത്തെ പരിശുദ്ധന്മാവാകുന്ന അഗ്നിയെ അത് തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് സുവിശേഷം ഒരു തീ പോലെ ആളെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ കെടുത്തുവാൻ ഈ ലോകത്തിലെ ഒരു രാഷ്ട്രീയ കക്ഷികൾക്കും, ഒരു മത നേതാക്കന്മാർക്കും, ഒരു തീവ്രവാദ സംഘടനകൾക്കും, ഒരു വർഗീയവാദികൾക്കും, ഒരു ഭീകര സംഘടനകൾക്കും സുവിശേഷത്തെ തകർക്കുവാൻ കഴിയത്തില്ല. അനവധി ദൈവദാസന്മാരെ കൊന്നൊടുക്കിയാലും അനവധി ഭക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കും, രക്തം ചെയ്യും. വല്ലേരിയ. അതുകൊണ്ട് ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന സ്വഭാവം മാനസാന്തരം മടങ്ങുക. യേശു തന്നെ ആ ദൈവം എന്ന് നീ വിശ്വസിക്കുക. നിന്റെ പാപം മാറട്ടെ, ശാപം മാറട്ടെ. നിനക്ക് നല്ല വിദ്യാഭ്യാസം, അറിവും, ജ്ഞാനവും വിവേകവും ബുദ്ധിയൊക്കെ കിട്ടാൻ നീ ദൈവത്തിലേക്ക് മടങ്ങുക. മൂടന്മാരെ പോലെ മാറിയെന്ന് ദൈവമില്ല എന്ന് പറഞ്ഞ് നീ കൈകൊട്ടിച്ചിരിക്കാതെ പൊട്ടി അട്ടഹസിച്ചാർത്ത് നീ നിന്റെ ജീവിതം തകർത്ത് കളയാതെ മടങ്ങി വന്ന് യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം വിട്ടുകൊടുക്കുക. അവനെ രക്ഷകനായി നീ സ്വീകരിക്കുക. ഹല്ലേലൂയ. ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുണ്ടാകും. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ ഹല്ലേലൂയ, ആദിമ കാലഘട്ടത്തിലൊക്കെ പറയുന്ന പോലെ ഈ കാലഘട്ടത്തിൽ ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാപം, ലോകത്തെ നയിക്കുന്ന, ലോകത്തിൽ യാതൊരു ശാപം നോക്കി നമ്മുടെ കേരളത്തിൽ നടക്കുന്ന പാപപ്രവർത്തികൾ, കുലപാതകങ്ങൾ, രക്തച്ചൊരിച്ചിലുകൾ, ഹല്ലേലൂയ, മയക്കുമരുന്നുകൾ, ലഹരി പദാർത്ഥങ്ങൾ, എന്ന് വേണ്ട സകലവും പാപവും, ശാപവും, രോഗവും, കുലപാതകവും, മരണവും, രക്തച്ചൊരിച്ചിലും എല്ലാം കേരളത്തിൽ നിറഞ്ഞു നിൽക്കുക. 14 ജില്ലകളിലും. ഹല്ലേലൂയ. ഇന്ത്യയുടെ 29 സംസ്ഥാനങ്ങൾക്ക് 7 കേന്ദ്രവിഷയങ്ങളിലും ഈ പാപവും ശാപവും നിറഞ്ഞു കിടക്കുക. അതുകൊണ്ടാണ് മനുഷ്യൻ ക്രൂരന്മാരായി മാറുന്നത്. മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുന്ന, ക്രൂരമായ സ്വഭാവത്തിലേക്ക് നയിക്കുന്ന ഈ ലോകത്തിന്റെ ജടിക ശക്തികൾ അത് നിന്റെ കുടുംബത്തിൽ തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുക. നിന്നെ നിത്യമായി ന്യായവിധിക്കാൻ, നിത്യ നരകത്തിലേക്ക് പിശാച് നയിച്ചുകൊണ്ടിരിക്കുക. അത് നീ മടങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. യേശുവിന് മാത്രമേ നിന്റെ കുടുംബത്തെ രക്ഷിപ്പാൻ കഴിയുള്ളൂ. യേശുവിന് മാത്രമേ നിനക്ക് നിന്റെ കുടുംബത്തെ രക്ഷ തരാൻ കഴിയുള്ളൂ. യേശു മാത്രമേ ദൈവമുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ടാണ് അപ്പോസ്തലർ 4:12 വായിക്കും, മറ്റൊരുത്തരിലും രക്ഷയില്ല, മറ്റൊരുവനിലും രക്ഷയില്ല, മറ്റൊരിടത്തും രക്ഷയില്ല, മറ്റാരിലും രക്ഷയില്ല എന്നൊക്കെ അവിടെ അതിനോട് വായിക്കാൻ കഴിയും. അവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, മറ്റൊരുത്തൻ രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ലെന്ന് ജിം വെലിയറ്റ് അന്ന് ആദിവാസി കോളി സംസാരിച്ചപ്പോൾ അവനെ അമ്പെയ്തു കൊന്നു. ഹല്ലേലൂയ. പല മനുഷ്യന്മാരെ കൊന്നു. അങ്ങനെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ പലരെയും കൊന്നു. ഹല്ലേലൂയ. കഴിഞ്ഞിടക്കല്ലേ സിറിയയിലൊക്കെ നടന്നു കണ്ടില്ലേ? സിറിയയിലൊക്കെ വലിയ കൂട്ടം ക്രൈസ്തവ ജനത്തെ വെറുതെ വെട്ടി നുറുക്കുന്നത്, വെടിവെച്ച് കൊല്ലുന്ന, ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്ന നിങ്ങൾ കണ്ടില്ലേ? അതുകൊണ്ട് സിറിയ എന്ന് പറയുന്ന രാജ്യത്ത് സുവിശേഷം നിലയ്ക്കും, ഒരിക്കലും നിലയ്ക്കത്തില്ല. അനവധി ക്രൈസ്തവരെ കൊന്നെടുക്കുമ്പോൾ അവിടെ അനവധി ആളുകളെ ദൈവം എഴുന്നേൽപ്പിക്കും. ലോക രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ദൈവ സുവിശേഷകരെ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലേ? എന്തിനാണ് ശ്രോതാവേ? നിന്റെ മാനസാന്തരത്തിന് വേണ്ടി, നിന്നെ പാപത്തിലേക്ക് തള്ളിവിടുന്ന, ശാപത്തിലേക്ക് തള്ളിവിടുന്ന അനുബന്ധനെ വിടിവിക്കൽ. അതുകൊണ്ടല്ലേ കേരളം മുഴുവൻ ശാപത്തിന് കീഴിൽ കിടക്കുകയാണ്. കേരളത്തെ കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ നാടെന്ന അബോർട്സോ കൺട്രി എന്നൊക്കെ ആരോ എവിടെയൊക്കെ പ്രസംഗിച്ചത് ജനം ഇന്നും കേട്ട് പറയുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ ചിന്തിക്കണം, കേരളം ദൈവത്തിന്റെ നാടാണോ? ഇവിടെ അഴിമതിയല്ലേ, കരിച്ചന്തയില്ലേ, വീഴ്ത്തിവെപ്പല്ലേ, പിടിച്ചുപറിയില്ലേ, മോഷണമല്ലേ, വ്യഭിചാരമല്ലേ, ബലാത്സംഗമല്ലേ, പീഡനമല്ലേ നടക്കുന്ന കൈക്കൂലിയല്ലേ? മാത്രമല്ല മദ്യവും മയക്കും ലഹരി പദാർത്ഥം കൊണ്ട് കേരളം
മുഴുവൻ നിറയപ്പെട്ടില്ലേ? ലഹരി ഒഴുകുന്ന നാടായി മാറിയില്ലേ? മദ്യ ഒഴുകുന്ന നാടായി മാറിയില്ലേ കേരളം? ആമീൻ. അവിടെ ഇവിടെ എല്ലാം വെട്ടും കുത്തും കൊലപാതകങ്ങളും അടിച്ചു കൊല്ലുന്ന എന്ന് വേണ്ട എല്ലാ ക്രൂരതയും പെരുകി രക്തം ചൊരിച്ച കുടുംബം മുഴുവൻ ശാപത്തിലേക്കല്ലേ? കുടുംബങ്ങൾ തലമുറയുടെ നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇന്ന് പോലെ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഞങ്ങൾ വിളിച്ചു പറയുന്ന സത്യം, യേശു ദൈവമാണ്. നീ മടങ്ങി വന്നാൽ നിന്നെ ഭരിക്കുന്ന സാത്താന്റെ കയ്യിൽ നിനക്ക് മോചനം പ്രാപിക്കാൻ കഴിയും. അല്ലേലിയ. അല്ലാതെ അല്ലേലിയ, യേശു അവൻ ജനിച്ച പിതൃഘരത്തിൽ യേശു തന്റെ സ്വന്തം നാട്ടിൽ ചെന്നപ്പോൾ അല്ലേലിയ, യേശു അവർ പള്ളിയിൽ ഉപദേശിച്ചപ്പോൾ അവിടുത്തെ ജനം വിസ്മയിച്ചിട്ട് ഇവനാ തച്ചന്റെ മകനല്ലേ, ഇവന്റെ മറിയയുടെ മകനല്ലേ? അല്ലേലിയ. ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസേ, യൂദാ, ശീമോനൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അവന്റെ സഹോദരിമാർ ഇവിടെ ഉണ്ടല്ലോ. പിന്നെ എവിടെ നിന്നാണ് ഇവന് ജ്ഞാനവും അറിവും കിട്ടിയത്, ഈ വീര്യപ്രവർത്തനം കിട്ടിയതെന്ന് അന്നത്തെ ചില ചോദിച്ച പോലെ ഇന്ന് നീ ചോദിച്ചു നിൽക്കാതെ ഇന്ന് പകൽ യേശുവിനെ നീ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് മടങ്ങി വന്ന് യേശുവിന്റെ ഹൃദയം വിട്ടുകൊടുക്കുക. എന്റെ കുടുംബം യേശുവിന്റെ വിട്ടുകൊടുക്കുക. എന്റെ കുടുംബത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ശാപങ്ങൾ മാറിപ്പോകട്ടെ. അല്ലേ? ഈ എത്ര കുടുംബങ്ങളാണ് നമ്മുടെ ഇവിടെ തകർന്നുകൊണ്ടിരിക്കുന്നത്, എത്ര കുടുംബങ്ങളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെല്ലാം കുടുംബത്തിനൊക്കെ കണ്ണുനീര്. സമാധാനമുള്ള കുടുംബം ഏതാണ് കേരളത്തിൽ? അല്ലേരിയ. എന്നെ കേൾക്കുന്ന മാതാവ്, കേരളത്തിൽ സമാധാനമുള്ള കുടുംബം ഏതാണ്? ആമി, സ്വസ്ഥതയുള്ള കുടുംബം ഏതാണ്? സന്തോഷമുള്ള കുടുംബം ഏതാണ്? ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ പരിശോധിച്ച് സമാധാനത്തോടെ ജീവിക്കുന്ന കുടുംബങ്ങൾ ഏതാണ്? ലോക രാജ്യങ്ങളെ ചിന്തിച്ച് എവിടെ നോക്കിയാലും യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഭൂകമ്പങ്ങളും സുനാമികളും എന്തുകൊണ്ട് മഹാവ്യാധി, മാരകമായ രോഗം, ഉൾപ്പെട്ടുകൾ, നാശ, കൊടുങ്കാറ്റും, ആമി, കടൽക്ഷോഭങ്ങളും, ആമി, ഭൂകമ്പങ്ങളും, ആമി, ഉൾപ്പെട്ടലുകളും, മലയിടിച്ചിലുകൾ കൊണ്ടും അഗ്നിപർവ്വതം പൊട്ടി ഒഴുകുന്ന അനവധി സംഭവ വികാസങ്ങൾ ലോകത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. എന്തുകൊണ്ടാണ്? മുഴുവൻ ജനങ്ങളും മുഴുവൻ ലോകത്തിൽ ശാപത്തിലാണ്, മുഴുവൻ ലോകവും ശാപത്തിലാണ്, മുഴുവൻ ജനങ്ങളിൽ ശാപത്തിലാണ്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, ഞങ്ങൾ വിളിച്ചു പറയുന്ന സുവിശേഷത്തെ നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ, ഞങ്ങൾ വിളിച്ചു പറയുന്ന സുവിശേഷത്തെ നീ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ യേശു നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്യും. അപ്പൊ യേശു നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. യേശു നിന്റെ കുടുംബത്തിനകത്ത് അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. യേശു നിന്റെ ജീവിതത്തിലും കുടുംബത്തിലും നിന്റെ തലമുറയിലും അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അല്ലേരി. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സുവിശേഷം വിളിച്ചു പറയുന്നത് കേട്ടോ. അതില്ലേരിയ. ഇന്ന് പകൽ നിങ്ങളൊന്ന് മാനസാന്തരപ്പെടുണ്ടെങ്കിൽ കഴിയുമോ? ഇവിടെ നാം ദൈവത്തിന് എന്നാൽ അന്നുണ്ടായിരുന്ന ജനങ്ങൾ അവനെ അറിഞ്ഞില്ല. യേശുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജനങ്ങൾ യേശുവിനെ അറിഞ്ഞില്ല. അല്ലേരിയ. അവരാണ് ചോദിക്കുന്നത്, ഇവൻ തച്ചന്റെ മകനല്ലയോ എന്ന്. അല്ലേരിയ. ഇല്ലിയ. അശോക, അവൻ ആരാകുന്നു എന്നറിഞ്ഞില്ല. യേശു ആരാകുന്നുവെന്നും അവരറിഞ്ഞില്ല. അല്ലേലിയ. അവൻ തച്ചന്റെ പുത്രനെന്ന ജഡീയമായി അവർ ചിന്തിച്ചുകൊണ്ട് അവനെ ക്രൂശിൽ തറച്ചു കൊന്നു. അല്ലേലിയ. അന്നുള്ള ജനവിധി ചെയ്തു. യേശു തച്ചന്റെ മകനാണ്, മറിയുടെ മകനാണെന്ന് പറഞ്ഞ ജഡിക ചിന്തകളാൽ അന്നത്തെ ജനവിധി യേശുവിനെ ക്രൂശിൽ തറച്ചു കൊന്നു. അല്ലേലിയ. യേശു ക്രൂശിൽ തറച്ചു കൊന്നു. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് നിങ്ങളുടെ ജീവിതത്തിൽ മുഖ്യമായ ലക്ഷ്യം ക്രിസ്തുവിനെ അറിയുന്നത് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മുഖ്യമായ ലക്ഷ്യം യേശുവിനെ അറിയുക എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം എന്ന് പറഞ്ഞാൽ യേശുവിനെ അറിയുക എന്നുള്ളതാണ്. ലോകത്തിൽ നിന്ന് കുറച്ച് പണമുള്ളത് കൊണ്ടോ, കുറച്ച് വലിയ പണവും പ്രതാപവും ഉള്ളത് കൊണ്ടോ, ആഡംബരമായി ജീവിക്കാൻ കഴിയുന്നത് കൊണ്ടോ, ലോക പരിചയങ്ങളും ലോക അറിവ് നിനക്കുണ്ടെങ്കിലും, വലിയ വിദ്യാഭ്യാസങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ നിനക്കുണ്ടെങ്കിലും, കയറിക്കിടക്കുവാൻ വലിയ വലിയ സൗദങ്ങൾ, വലിയ വലിയ ആഡംബര കാറുകൾ യാത്ര ചെയ്യുവാൻ, കോടാനുകോടി രൂപയുടെ സമ്പത്തുകൾ, ബാങ്ക് അക്കൗണ്ടുകളൊക്കെ നിനക്കുണ്ടെങ്കിലും, നീ വളരെ അറിവിൽ ജ്ഞാനത്തിലൊക്കെ വളരെ ബുദ്ധിമാനാണെങ്കിലും, നിന്റെ ജീവിതത്തിൽ യേശുവില്ലെങ്കിൽ നിന്റെ ജീവിതം വെറും സീറോയാണ്. അല്ലെങ്കിൽ യേശുവിനെ നീ തിരിച്ചറിയുന്നില്ലെങ്കിൽ, യേശുവിനെ നീ മനസ്സിലാക്കുന്നില്ല, യേശു ദൈവപുത്രനാണെന്ന് നീ അംഗീകരിക്കുന്നില്ലെങ്കിൽ നിന്റെ ജീവിതം വെറും സീറോയാണ്. അല്ലേലിയ. നീ ശാപത്തിന് കീഴില്ല. ഇവിടെ നിനക്ക് സന്തോഷിക്കാൻ കഴിയും, പക്ഷേ നിന്റെ മരണാനന്തരം നീ ദുഃഖത്തിലേക്ക് കടന്നു പോകും. നിന്റെ നിത്യമായ നരകത്തിലേക്ക് പോകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവി, നിങ്ങൾ നിത്യമായ നരകത്തിലേക്ക് പോകാതെ, ശാപത്തിലേക്ക്, പടുകുള്ളിലേക്ക് പോകാതെ നരകത്തിൽ കടന്നുപോയി ആ നരക യാതന അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ യേശുവിനെ ക്രിസ്തു എന്ന് യേശുവിനെ ദൈവമെന്ന് പ്രസ്താവിക്കുന്നത്. യേശു ദൈവമാണ്. ഈ ലോകത്തെ മുഴുവൻ ഉണ്ടാക്കി, ഈ ലോകത്തെ മുഴുവൻ നിർമ്മിച്ചു, അണ്ടഘടാകത്തെ അഖിലാണ്ടത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്നവൻ, സകല ജനത്തിന് രക്ഷകൻ, ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തുന്ന സ്വർഗാനുഗുണം ചെയ്ത് ഇന്നും ജീവിക്കുന്നവൻ, തന്റെ സഹചരം മധ്യാകാശത്തിൽ വേറെ 7 ഭൂഖണ്ഡങ്ങളുടെ അധിപൻ, 7 കടലുകളുടെ അധിപനായിരിക്കുന്ന കർത്താവ്, സ്വർഗത്തിൽ വസിക്കുന്ന രാജാതി രാജാവായ ദൈവം, മസിഹായ ദൈവം. ആ ദൈവത്തെ നീ വിശ്വസിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ,
നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. യോശുവ പറഞ്ഞ പോലെ നിനക്കും പറയാൻ കഴിയും, ഞാനും എൻ്റെ കുടുംബം ഞങ്ങൾ യഹോവയെ സേവിക്കുന്നു പറഞ്ഞ പോലെ എനിക്ക് ചങ്കുറ്റത്തോടെ പറയാൻ കഴിയണം, ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും. നിന്റെ അന്ധവിശ്വാസങ്ങൾ മാറിപ്പോകട്ടെ. നിന്റെ അന്ധവിശ്വാസങ്ങൾ, നിന്റെ ഉള്ളിലെ അവിശ്വാസങ്ങൾ മാറിപ്പോയിട്ട് സൃഷ്ടമായി ദൈവത്തിനെ തിരിച്ചറിയുവാനുള്ള ആ ദൈവ സാന്നിധ്യം, ദൈവകൃപ പ്രാപിക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുക. ഞങ്ങൾ നിനക്ക് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലേ, ഈ ലോകത്തിൽ നടന്ന അക്രമം, രക്തച്ചൊരിച്ചിലും കാണുമ്പോൾ, ഇവിടെ നടക്കുന്ന പീഡനങ്ങൾ കാണും, മദ്യവും മയക്കുമരുന്നിന്റെ ലഹരിവേട്ടയെ കാണുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുന്നവരോ, ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുക നിങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കാൻ വേണ്ടി. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, മദ്യത്തിന് ലഹരിക്കുമെതിരെ, മദ്യത്തിന് ലഹരിക്ക് ഇവിടെ നടക്കുന്ന പാപത്തിനും സ്വഭാവത്തിനുമെതിരെ ദൈവത്തിന്റെ ദാസന്മാർ സുവിശേഷമായി കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെ തടയുന്ന, അവരെ ആട്ടി ഓടിക്കുന്ന, അവരുടെ മുമ്പിലിരിക്കുന്ന ബൈബിളുകളുടെ ട്രാക്ട് വലിച്ചു കീറി എറിയുന്ന, അവരെ അസഭ്യമായി ചീത്ത വിളിക്കുന്ന ഒരു കൂട്ടം ജനത്തെ നിങ്ങൾ കണ്ടില്ലേ? മാധ്യമങ്ങൾ കണ്ടില്ലേ? എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിങ്ങളെ ഉപദ്രവിക്കാനോ നിങ്ങളെ നഷ്ടപ്പെടുത്തി നിങ്ങളെ നശിപ്പിക്കാനോ ഒന്നുമല്ല ഞങ്ങൾ സുവിശേഷമായിട്ട് നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നത്. നിങ്ങൾ മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ രക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ജീവിതത്തിന്റെ കുടുംബത്തിൽ നിർണ്ണയിക്കുന്ന ആ വിചാരം, മന്ത്രവാദ, കൂടോത്ര, ശുദ്ധ ശക്തികൾ, ദേശത്തിന്റെ പോരുകൾ എന്ന് പറഞ്ഞാൽ വാഴ്ചകളും അധികാരങ്ങളും ഈ ലോകത്തിന്റെ അന്ധകാര ശക്തിയും ഈ സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേന എല്ലാം നിന്റെ കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുക. നിന്റെ തലമുറ തകർത്തുകൊണ്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ വൈകല്യമുള്ളതായി മാറുന്നു, ജനിക്കുന്ന കുഞ്ഞുങ്ങൾ മാനസികമായി വിഭ്രാന്തിയുള്ളവരായി മാറുന്നു. അല്ലെങ്കിൽ തലമുറയ്ക്ക് വളർച്ചയില്ലാതെ ഒരു തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബത്തിനകത്ത് ഇന്ന് കണ്ണുനീര്, ദുഃഖം മാത്രം. അല്ലെങ്കിൽ അപ്പനെ അനുസരിക്കാത്ത മക്കൾ, മക്കളെ അനുസരിക്കാത്ത മാതാപിതാക്കൾ, അല്ലെങ്കിൽ അങ്ങനെ അധികാരികൾക്ക് വിധേയപ്പെടാത്ത ഈ ലോകത്തിൽ ജീവിക്കുന്ന സകല ജനങ്ങളും പാപത്തിൻ കീഴിലാണ്. അല്ലേലിയ. ഇന്ന് നിയമത്തെയൊക്കെ ജനം വെല്ലുവിളിച്ച് നടക്കുക, നിയമത്തെയൊക്കെ വെല്ലുവിളി. ഞങ്ങളുടെയൊക്കെ ചെറുപ്രായത്തിലുള്ള പോലീസിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു, കൂട്ടുമായിരുന്നു. ഇന്നത്തെ കാലം പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ ജനത്തിന് പേടിയാണ്. നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കൂട്ടം ജനം രംഗത്ത് വന്നു കഴിഞ്ഞു. അതുമുഖാന്തരം ആക്രമങ്ങൾ പെരുകയും. അല്ലേറിയ ഇവിടെ സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മുടെ പോലീസിനെയൊക്കെ വെറുതെ ചീത്ത വിളിക്കുന്ന, അസഭ്യം വിളിച്ച് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന അനുഭവങ്ങൾ. കാരണം അവർക്കൊരു വിലയില്ലാതെ വന്നൊരു കാലഘട്ടം. അത് തന്നെയാണ് ശ്രോതാവ് ഈ ലോകത്തിന്റെ നാശം എന്ന് പറയുന്നത്. പണ്ടൊക്കെ പോലീസിന് പേടിയുണ്ടായിരുന്നു, അക്രമങ്ങൾക്ക് ഒരു പരിധിവരെ അയവുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പെരുകി. എന്തുകൊണ്ട്? ശാപം വളർന്നുകൊണ്ടിരിക്കുന്നു, പാപം പെരുകുന്നു, മനുഷ്യന്റെ ഉള്ളിൽ അന്ധവിശ്വാസങ്ങൾ, അക്രമങ്ങളും പെരുകുന്നു, ക്രൂരതയുള്ള മനുഷ്യരായി മാറുന്നു. അങ്ങ് അമേരിക്കയിലെ ആദിവാസി ഗ്രാമത്തിലെ പരിതാപകരമായി ജീവിക്കുന്ന ജനം അവർ ക്രൂര മനുഷ്യനായതുപോലെ ഈ ലോകത്തിലെ ജനം, ഈ കേരളത്തിലെ ഭാരത ജനം ക്രൂരതയുള്ളവരായി മാറിയിരിക്കുന്നു. അല്ലേരി. അതിന്റെ നടുവിലാണ് ഞങ്ങൾ സുവിശേഷം വിളിച്ചു പറയുന്നത്. എന്തിനാ? നീ മാനസാന്തരപ്പെടാൻ വേണ്ടി. ഞാൻ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. അല്ലേരിയ. അപ്പൊ ഇവിടെ ദൈവത്തിന് എല്ലരിയ സ്തോത്രം. ഒരിക്കൽ യേശുവിനെ കുറിച്ച് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യമായി, പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു കൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞ ജീവൻ തന്നെയെന്ന് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. അല്ലേരിയ. അപ്പൊ യേശു ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, സകല ജനത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ടവൻ, അറക്കപ്പെട്ട കുഞ്ഞാടായി മാറി ഇന്ന് പകൽ യേശുവിന്റെ ഹൃദയം വിട്ടുകൊടുക്ക. അല്ലേരിയ സ്തോത്രം. അല്ലേരിയ. എന്നിട്ടാണ് യോഹന്നാൻ ഈ സുവിശേഷം എഴുതിയിട്ട് നമ്മോട് പറയുകയാണ്. യോഹന്നാൻ 20:31 വായിക്കുക കാണുന്നുണ്ട്. എന്നാൽ യേശു ദൈവത്തിന്റെ ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ടിയും ഇത് എഴുതിയിരിക്കുന്നു എന്നാണ് യോഹന്നാൻ അല്ലെങ്കിൽ പറയുന്നത്. യേശു ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കണം. അല്ലേരി. അതുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞ സുവിശേഷം എന്ന് പറയുന്നത് ജീവന്റെ വചനം, നിന്റെ നന്മയ്ക്കാകട്ടോ. അത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അല്ലേരിയ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ വായിച്ച വചനം എന്താണ്? അവർ വിസ്മയിച്ചു. അല്ലേരിയ. അവർ വിസ്മയിച്ചു. അല്ലേരിയ. സ്തോത്രം. അല്ലയോ, ഇവന് ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികൾ എവിടെ നിന്ന്? ഇവൻ തച്ചന്റെ മകൻ അല്ലയോ? ഇവന്റെ അമ്മ മാറിയ എന്നവൾ അല്ലയോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസേഫ്, ശിമോൻ, യൂദ എന്നിവർ ഇവന്റെ സഹോദരിമാർ നമ്മുടെ ഇടയിൽ എന്ന് പറഞ്ഞ് ആ ലോകപ്രകാരം ജ്വലികമായ രീതിയിൽ നിങ്ങൾ യേശുവിനെ കാണാതെ, യേശുവിനെ വിമർശിക്കാതെ, യേശുവിനെ ആരാധിക്കേണ്ട, അവന് മഹത്വം കൊടുക്കാൻ സ്വീകരിക്കേണ്ട നസറത്തിലെ ജനം യേശുവിനെ നിന്ദിച്ചതുപോലെ നിങ്ങൾ സുവിശേഷത്തെ നിന്ദിച്ച് തള്ളിക്കളയാതെ
നിങ്ങൾ ക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ നിന്റെ പാപശാപ രോഗവേദനകൾ അഴി നിന്റെ കുടുംബം സ്വസ്ഥമായി മാറും, നീ സ്വതന്ത്രമായി മാറും. ഇതുപോലെ കണ്ണുകളുടെ ചട്ടനോട് പ്രാർത്ഥിച്ചായിട്ട് കർത്താവേ, ഞാനും എൻ്റെ കുടുംബവും ഞാനും എൻ്റെ തലമുറ അനുഭവിക്കുന്ന മഹാപാപത്തിന് ശാപ രോഗത്തിന് ഞങ്ങളുടെ കുടുംബത്തെ വിടിവിക്കണമേ. അങ്ങയ്ക്ക് മാത്രമേ അങ്ങ് ദൈവപുത്രനായിരിക്കുന്ന അങ്ങ് നശിയായ ദൈവം പൂർണ്ണ ദൈവമാണ് നിങ്ങൾ വിശ്വസിക്കുന്നു പറഞ്ഞ് നീ യേശുവിന്റെ ഹൃദയം കൊടുക്കുന്നെങ്കിൽ, യേശുവിന്റെ സ്വന്തം ഇഷ്ടാപിതാവിനെ സ്വീകരിക്കുന്നെങ്കിൽ, യേശുവിന്റെ സകല പാപങ്ങൾ ക്ഷമിച്ചതിന്റെ പാപങ്ങളെ കഴി ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ മകനാക്കി മകളാക്കി മാറ്റും. അതെ, നിന്റെ കുടുംബത്തിൽ സമാധാനം വരും. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധൻ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, ഈ വചനം കേട്ടുകൊണ്ടാണ് കേരളത്തിൽ ഭാരത ലോക രാജ്യമുള്ള 800 കോടി ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. പാപത്തിലും ശാപത്തിലും രോഗത്തിലും ബന്ധനത്തിലും അഴിമതി കരിഞ്ചന്ത ഒഴുത്ത് മദ്യ ലഹരി വെന്നുവിട്ട് സാമ്പലം ചുറ്റിക വ്യഭിചാര പരസ്യം അശുദ്ധി ദുഷ്കാമത്തിൽ അർത്ഥവിശ്വാസത്തിന് ഏർപ്പെട്ട് കിടക്കുന്ന അനാചാരങ്ങൾ വീട്ടിൽ കിടക്കുന്ന സകല ജനങ്ങളും ആപാലവൃത്തം ജനങ്ങളും കർത്താവേ, ഞങ്ങൾ ദൈവങ്ങളിൽ ജാതി മത വർഗവർണ്ണ വ്യത്യാസങ്ങളിൽ കൂട്ടിൽവിട്ട് ഒട്ടാനും പേര് പാർക്കുന്ന സകല മനുഷ്യരെയും ദൈവങ്ങളിലേക്കില്ല മത സാമൂഹിക സാംസ്കാരിക മാധ്യമ മീഡിയ സയന്റിസ്റ്റ് എഞ്ചിനീയർമാർ അടക്കം സകലം പുതുവക ആരോഗ്യമേ വിദ്യാഭ്യാസ സാമ്പത്തികമില്ല ബാക്കിമേഖലയായിരിക്കുന്ന സകല ജനത്തിന് പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവിന്റെ ജില്ല വില്ലേജ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ താലൂക്ക് ബ്ലോക്ക് ജില്ല ഭരണ മേധാവി സംസ്ഥാനങ്ങൾ രാജ്യങ്ങൾ ഭരിക്കുന്നവരെ രാജാക്കന്മാർ രാജ്യ പ്രധാനമന്ത്രി ഗവർണർ പട്ടാള മേധാവികൾ ഗോത്ര വിഭാഗങ്ങളെ ട്രൈബലിനിടയിൽ പ്രവർത്തിക്കുന്നവർക്കായി സകല ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരസേന വ്യോമസേന അതിർത്തികൾ കാക്കാൻ പോലീസ് ക്രമസമാന പാലകരെ നിയമനിർമ്മാണ രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ ജുഡീഷ്യൽ ഭാഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവി ജനം ഭരണപ്രതിപക്ഷ പാർട്ടി മനസ്സാന്തരപ്പെടുവാൻ പ്രാർത്ഥിക്കാൻ മദ്യപാനും മയക്കും ലഹരിയും പെരുകി ഈ ലോകം മുഴുവൻ പാപശാപത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശു ദൈവത്തിന് ജനം പാപത്തിൽ വിടുവിച്ച് മടങ്ങി വരുന്നതായി പ്രാർത്ഥിക്കുന്നു. കടലോരവാസികൾ മത്സ്യത്തിനായിട്ട് കടലിൽ കടന്നുപോയിരിക്കുന്നവരെ അല്ലെങ്കിൽ കർത്താവ് ശീലമേഖല കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ പരിചയമായ വ്യവസായ വ്യാപാരി വഴിവര കച്ചവടക്കാരെ കർഷകരംഗം വെക്കാൻ മോട്ടോർ യൂണിയൻ എല്ലാ ടൈൽസുകളുടെ ഡ്രൈവേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പാടത്തും പറമ്പിലും കോടിയിലും കല്ലോടും മണ്ണോടും തടിയോടും മണ്ണിടിക്കുന്ന അധ്വാനിക്കുന്ന സകല ജനത്തെ കർത്താവ് നിങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. അനവധി വ്യക്തി ജീവിതം സമാധാനവും സന്തോഷമില്ല പാപത്തിൽ ശാപത്തിൽ ജനിക്കും മാരകമായ രോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ സകല ജനത്തിൽ കുടുംബത്തിൽ സമാധാനപ്പെടും, തലമുറ നഷ്ടപ്പെടും. സ്കൂൾ കോളേജ് ക്യാമ്പസ് കലാലയങ്ങളിലെല്ലാം ഈ മദ്യലഹരി സകല ജനങ്ങൾ പാപത്തിൽ കുടുംബത്തിനകത്ത് സന്തോഷമില്ലാത്ത കൊലപാതകങ്ങൾ അക്രമം രക്തചൊരിച്ചിൽ പെരുകുന്ന ഈ കേരളത്തിൽ ഭാരത ലോക രാജ്യങ്ങളിൽ ദൈവം വിടലെടുക്കണം. യേശു ദൈവം വിശ്വസിച്ചുകൊണ്ട് സകല ജനങ്ങളും പാപത്തിൽ മടങ്ങി വന്ന കർത്താവ് യേശുത്തിൽ വിശ്വസിപ്പാൻ, യേശുക്കളെ പൂർണ്ണ ജീവൻ പ്രാപിപ്പാൻ, നിത്യജീവൻ പ്രാപിപ്പാൻ ജനത്തെ ഒരുങ്ങുന്ന കേരളത്തിൽ ഭാരതത്തിൽ ലോക രാജ്യം ഭൂഖണ്ഡങ്ങളിലും രാജ്യം മടലാന്റെ കഷ്ടം സഹിക്കും നൊമ്പരപ്പെടുന്ന വേദന കടന്നു പോകുന്ന നാം ജയിലിൽ കിടക്കുന്നവർ, മദ്യലഹരി അടിപ്പെട്ട് കിടക്കുന്നവർ, പീഡന അനുഭവിക്കുന്നവർ, നാട്ടിൽ കടന്നെടുക്കുക അങ്ങനെ അനവധി കഷ്ടം സഹിക്കുന്നവരുണ്ട്. തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർ, കുടുംബമില്ലാതെ കുടുംബജീവൻ തകർന്നവർ, ചിന്ന ഭിന്നമായ ഡൈവേഴ്സിന്റെ കേസിൽ അകപ്പെട്ട് കിടന്ന ലക്ഷക്കണക്കിന് കേസുകൾ കോടതിയിൽ ക്രമില്ലായി ജീവിക്കുന്ന അനവധി ആളുകളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഭവനമില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, ശക്തി നടപടി നേടുന്നവർ, മാരകമായ രോഗത്തും വാർദ്ധക്യ സഹജമായ ഭാരത്താൽ ഭാഗന്നവർ ആമിക്കർത്താൻ വിവിധ വൈകല്യമുള്ള എല്ലാ ജനത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിന് സ്വസ്ഥത സമാധാനം മാനസാധനം കൊടുക്കണം. ജനം പാപം വിട്ട് മടങ്ങി വരുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ് സകല മുഖത്ത് എടുക്കണം. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ 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 ആമേൻ.